വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രീതിയെയും കൊണ്ടുവന്നിട്ട് അതാ അവിടെ കിടത്താമെന്ന് ശരദാമ്മ പറയുമ്പോൾ ആ വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് പ്രീതിയെ. തുടർന്ന് ഇവിടെ ഒന്ന് മറച്ചു കെട്ടണം എന്നിങ്ങനെ ശരദാമ്മ പറയുമ്പോൾ അവിടെ ഉണക്കാനിട്ടിരിക്കുന്ന കുറേ തുണികൾ, സാരിയും ബെഡ്ഷീറ്റും അങ്ങനെയുള്ള കുറേ തുണികൾ അവിടെ പാറപ്പുറത്ത് ഉണക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ അത് വിഷ്ണുവേട്ട അതെടുക്കുക എന്ന് പറഞ്ഞ് ശാലിനിയും വിഷ്ണുവും കൂടെ പോയി അതെടുത്തുകൊണ്ട് വരികയാണ്. തുടർന്ന് അതൊരു ഷീറ്റ് നിലത്തേക്ക് വിരിച്ച് പ്രീതി അവിടത്തേക്ക് ശരദാമ്മയും കിടത്തുന്നുണ്ട്. തുടർന്ന് ഇവിടെ ഒന്ന് മറയ്ക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അവിടെയൊക്കെ കിടക്കുന്ന കുറേ കമ്പൊക്കെ പോയി എടുക്കുകയാണ് അർജുനും വിഷ്ണുവും കൂടി. ഇതേസമയം സത്യഭാമ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. വഴിയിൽ വെച്ച് പോലീസ് ചെക്കിങ്ങിൽ പെടുകയാണ് ഭാമയുടെ വണ്ടി. അന്നേരം പോലീസ് കൈ കാണിച്ച് നിർത്തുമ്പോൾ ഗ്ലാസ് താത്തിട്ട് എന്താണെന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. തുടർന്ന് പോലീസുകാരൻ പറയുകയാണ്, ഇത് റോഡിന് കുറുകെ ഒരു മരം വീണ് കിടക്കുകയാണ്, ഫയർഫോഴ്സ് വരും, ഒരു മണിക്കൂർ എടുക്കും മുറിച്ച് മാറ്റാനായിട്ട്, ഇതുവഴി ഒരു ബൈ റോഡുണ്ട്, നിങ്ങൾക്ക് അതുവഴി പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് വണ്ടി തിരിക്കാനായിട്ട് ജോസിനോട് ഭാമ പറയുകയാണ്. തുടർന്ന് വണ്ടി പുറകോട്ട് എടുക്കുമ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ബൈ റോഡെന്ന്. അന്നേരം ഭാമ പറയുകയാണ്, അതൊരു ഇടുങ്ങിയ വഴിയല്ലേ, എതിരെ വണ്ടി വന്നാൽ പോലും തിരിക്കാനൊത്തില്ല, നമുക്ക് പെരുന്തേനരി പാലം വഴി പോകാമെന്ന് ജോസിനോട് പറഞ്ഞിട്ട് വണ്ടി എടുക്കുകയാണ് അവർ. തിരിച്ച് ഭാമയും അതുവഴി തന്നെ ചെല്ലുന്നുണ്ട്. ഇതേസമയം പ്രീതിയെ കൊണ്ട് കിടത്തിയ സ്ഥലത്ത് വിഷ്ണുവും അർജുനും കൂടി ഒരു മറയുണ്ടാക്കി കഴിഞ്ഞിരുന്നു. തുടർന്ന് ഇരുവരും ആകെ സങ്കടത്തിലാണ്, വിഷ്ണുവും അർജുനും. തുടർന്ന് അവർ പരസ്പരം ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. പ്രീതിയുടെ നിലവിളി ശബ്ദമൊക്കെ കേട്ട് ആകെ വിഷമിച്ച് അവരങ്ങ് കുറച്ചപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. ഇതേസമയം ആകെ സങ്കടം വരുന്ന ശാലിനി നമ്മളെ കൊണ്ട് പറ്റും അമ്മയെന്നൊക്കെ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ ഈ സമയത്ത് അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കേണ്ടത് നമ്മളാണ്, അപ്പോൾ നീ കൂടി ടെൻഷൻ അടിച്ച് അവളെ കൂടി ടെൻഷൻ ആക്കല്ലേ എന്ന് ശാലിനിയോട് പറയുന്നുണ്ട്. തുടർന്ന് ശ്രമിക്കും മോളെ എന്നൊക്കെ പ്രീതിയോട് ശരദാമ്മ പറയുകയാണ്. പക്ഷേ പ്രീതിക്കാണെങ്കിൽ വേദന എടുക്കുന്നുമുണ്ട്, ആവുന്നത്ര പ്രീതി ശ്രമിക്കുന്നുമുണ്ട്. ഈ ബഹളമൊക്കെ കേട്ട് വിഷ്ണുവും അർജുനും അതിൻ്റെ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. വീണ്ടും ശരദാമ്മ പറയുന്നുണ്ട്, മനസ്സിലെ ടെൻഷനൊക്കെ കളഞ്ഞിട്ട് മോള് നല്ലപോലെ ശ്രമിക്കുക, ശ്വാസം ഒന്നുകൂടി എടുത്തിട്ട് പുറത്തേക്ക് വിടും എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ശാലിനിയോട് കാലൊക്കെ തിരുമ്മി കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് ശരദാമ്മയോട് ശാലിനി പറയുകയാണ്, പ്രീതി ശ്രമിക്കാഞ്ഞിട്ടല്ല, അവളെ കൊണ്ട് കഴിയില്ല അമ്മയെന്നിങ്ങനെ പറയുമ്പോൾ പ്രീതിയുടെ വയറിൽ ഇങ്ങനെ ശരദാമ്മ തടവുന്നുണ്ട്. തുടർന്ന് ശരദാമ്മ അങ്ങ് ആകെ ടെൻഷനാവുകയാണ്, എന്തോ ആലോചിച്ചങ്ങ് ഇരിക്കുകയാണ്. തുടർന്ന് ശാലിനി അമ്മയെന്ന് കുലുക്കി വിളിക്കുമ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് തല തിരിഞ്ഞാണ് കിടക്കുന്നത് എന്നിങ്ങനെ ശരദാമ്മ പറയുമ്പോൾ ആകെ അങ്ങ് അയ്യോ എന്ന് വയ്ക്കുകയാണ് ശാലിനി. ഇനി എന്താ ചെയ്യുക, നമുക്ക് ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. പാലത്തിൻ്റെ അവിടെ വണ്ടി പോകുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും വണ്ടി വരാതിരിക്കില്ല, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ശാലിനി എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ അതിനൊന്നുമുള്ള സമയമില്ല എന്നിങ്ങനെ ശരദാമ്മ പറയുമ്പോൾ അമ്മ എന്തായി പറയുന്നത് എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം പ്രസവ വേദന തുടങ്ങിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരു യാത്രയ്ക്കൊന്നും ഇവൾ തയ്യാറല്ല, അങ്ങനെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ രണ്ടിൽ ഒരാളെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ, ഒന്നുകിൽ പ്രീതി അല്ലെങ്കിൽ കുഞ്ഞ്, ചിലപ്പോൾ രണ്ടുപേരെയും നമുക്ക് നഷ്ടമാകും എന്നിങ്ങനെ സങ്കടത്തോടെ ശരദാമ്മ പറയുകയാണ്. തുടർന്ന് അമ്മയെ നമ്മൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് ആകെ കരഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. അതേസമയം അങ്ങ് പ്രസവവേദനയെ തുടർന്ന് അങ്ങ് തലയൊക്കെ ഇട്ടടിച്ച് നിലവിളിക്കുകയാണ് പ്രീതിയും. അമ്മയ്ക്ക് ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് വല്ലതും കൈകാര്യം ചെയ്ത് പരിചയമുണ്ടോ, ഇനിയിപ്പോൾ തലതിരിഞ്ഞാണ് കുഞ്ഞ് കിടക്കുന്നതെങ്കിൽ പൊക്കിൽ കൊടിയെങ്ങാനും കഴുത്തിൽ കുരുങ്ങി ശ്വാസം മുട്ടിയാലോ, അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ സൗകര്യങ്ങളും എക്സ്പീരിയൻസ് ആയുള്ള ഡോക്ടേഴ്സും മിഷണറീസും ഒക്കെയുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകണം. ഈ കുഞ്ഞിന് ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്ന് അമ്മയുടെ കൈവച്ചുള്ള സ്കാനിങ്ങിന് കാണാൻ കഴിയുമോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അമ്മയൊന്ന് മനസ്സിലാക്ക് എന്നൊക്കെ അങ്ങ് ശാലിനി പറയുമ്പോൾ ശാരദാമ്മയും ആകെ അങ്ങ് ടെൻഷനാകുന്നുണ്ട്. ഞാൻ വിഷ്ണുവേട്ടനെയും അർജുനേട്ടനെയും വിളിക്കാം പ്രീതി എടുക്കാനായിട്ട് എന്നും പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ എന്തോ ഒരു ധൈര്യം കൈവന്ന പോലെ ശരദാമ്മ ശാലിനിയുടെ കൈ കയറി പിടിക്കുകയാണ്. നീ അർജുനോടും വിഷ്ണുവിനോടും എവിടെന്നെങ്കിലും കുറച്ച് ചൂടുവെള്ളം സംഘടിപ്പിക്കാൻ പറയും, നിന്നെ പ്രസവിച്ച ശാരദാമ്മയാണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ അത് മറുത്ത് പറയാനായിട്ട് ശാലിനിക്ക് സാധിക്കുന്നില്ല. തുടർന്ന് പ്രീതിയുടെ കൈ പിടിച്ചിട്ട് മോൾ സമാധാനമായിട്ടിരിക്കും, ശാരദാമ്മയാണ് കൂടെയുള്ളത് എന്ന് പറഞ്ഞ് പ്രീതിക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് ശാരദാമ്മ. തുടർന്ന് ശാലിനി വന്ന വിഷ്ണുവിനോടും അർജുനോടും കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് പറയുമ്പോൾ അതിപ്പോൾ എങ്ങനെയെന്നും പറഞ്ഞ് അർജുൻ നിൽക്കുകയാണ്. അന്നേരം നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം, നീ അങ്ങോട്ട് ചെല്ലുമെന്നും പറഞ്ഞ് ശാലിനിയെ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് അർജുൻ എങ്ങനെ അത് സാധിക്കും എന്നിങ്ങനെ വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ കടവിലേക്ക് ചുറ്റും നോക്കുകയാണ്. അന്നേരം അവിടെ ഒരു കുടം, ചെറിയൊരു കലം കിടക്കുന്നത് കാണുന്നുണ്ട്. അന്നേരം വിഷ്ണു അതുപോയി എടുത്ത ശേഷം അർജുനോട് അടുപ്പ് കൂട്ടാനായി എന്തെങ്കിലും കല്ല് സംഘടിപ്പിക്കാൻ പറയുന്നുണ്ട്. അതേസമയം അർജുൻ പോയി 2-3 കല്ലൊക്കെ എടുത്തുകൊണ്ടൊന്ന് അടുപ്പുണ്ടാക്കി
ഉണ്ടാക്കുകയാണ്. പിന്നീട് ചുള്ളിക്കമ്പൊക്കെ ഒടിച്ച് അവർ കലം അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ഇതേ സമയം ശാരദാമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാദ്യമായിട്ടുള്ള പരീക്ഷണമാണ്. ഞാൻ നിന്നെ സങ്കല്പിച്ച് മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ഈ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ്. അമ്മയോ കുഞ്ഞിനെയോ അല്ല, എൻ്റെ മക്കളിൽ ഒരാളാണ് ഈ കിടക്കുന്നത്. എനിക്ക് അമ്മയും കുഞ്ഞിനെയും വേണം, കൂടെ ഉണ്ടാകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പ്രീതിയോട് പറയുന്നുണ്ട്, വേദനയൊക്കെ കാണാൻ മോൾ ഒന്നുകൂടി ശ്രമിക്ക്, മോൻ്റെ ചിരി അല്ലെങ്കിൽ മോളുടെ ചിരിയൊക്കെ ഈ ഭൂമിയിൽ കാണണ്ടേ എന്നൊക്കെ പറഞ്ഞ് പ്രീതിക്ക് അങ്ങ് ധൈര്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ എനിക്ക് കഴിയുന്നില്ല എന്നും പറഞ്ഞ് പ്രീതി അങ്ങ് നിലവിളിക്കുകയാണ്. ഇതേ സമയം അർജുനും വിഷ്ണുവും കൂടി ചൂടുവെള്ളം ഉണ്ടാക്കുകയാണ്. അർജുൻ്റെ പോക്കറ്റിൽ ലൈറ്ററൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചൊക്കെ കത്തിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആ തീ കൂട്ടി വെള്ളം ചൂടാക്കാനുള്ള ശ്രമത്തിലാണ്. അതേസമയം അർജുൻ്റെ കണ്ണിൽ നിന്നും അങ്ങ് കണ്ണീര് വന്ന് അർജുൻ ആകെ തളർന്ന് ആ പാറപ്പുറത്തേക്ക് ഇരിക്കുകയാണ്. വിഷ്ണു അത് ശ്രദ്ധിക്കുമ്പോൾ ധൈര്യമായിട്ടിരിക്കടോ, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ അർജുൻ്റെ തോളിൽ തട്ടി വിഷ്ണു ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേസമയം സത്യഭാമയുടെ വണ്ടി ആ പാലത്തിനടുത്തുകൂടി വരുമ്പോൾ അർജുൻ്റെ വണ്ടി അവിടെ കേടായി കിടക്കുന്നത് സത്യഭാമ കാണുന്നുണ്ട്. തുടർന്ന് ജോസിനോട് പറഞ്ഞ് വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്തേക്ക് വന്നിട്ട് ഇത് അർജുൻ്റെ കാറല്ലേ എന്ന് ജോസിനോടും ചോദിക്കുന്നുണ്ട്. അതേ സത്യാമ്മയെ നമ്പർ അത് തന്നെയാണ് എന്ന് ജോസും പറയുകയാണ്. തുടർന്ന് അവിടെയൊക്കെ കാറിനകത്തേക്കും ചുറ്റുമൊക്കെ സത്യാമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഇതേസമയം ശാരദാമ്മയോട് വീണ്ടും ശാലിനി ചോദിക്കുന്നുണ്ട് അമ്മയെ കൊണ്ട് പറ്റുമോ എന്ന്. അത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. ശാരദാമ്മ പറയുന്നുണ്ട് ചൂടുവെള്ളമായെങ്കിൽ നീ അതുപോയി മേടിച്ചുകൊണ്ടോ, പെട്ടെന്ന് മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ശാലിനി വന്നിട്ട് ചൂടുവെള്ളം എന്തായും ചോദിക്കുന്നുണ്ട്. അന്നേരം തിളച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിഷ്ണു പറയുകയാണ്. തുടർന്ന് അധികം തിളപ്പ് വേണ്ട, ചെറു ചൂട് മതിയെന്ന് പറയുമ്പോൾ തൻ്റെ പോക്കറ്റിൽ നിന്നും ലേസ് എടുത്ത് ആദ്യം ചൂടോടുകൂടിയ പാത്രത്തിൽ പിടിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കൈ പൊള്ളുന്നുണ്ട്. തുടർന്ന് പോക്കറ്റിൽ നിന്നും ലേസ് എടുത്ത് അത് പിടിച്ചെടുത്ത് ശാലിനിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ചൂടുണ്ട്, സൂക്ഷിക്കണം, കൊണ്ടുപോകുമെന്നും പറഞ്ഞ് അത് ശാലിനിയെ ഏൽപ്പിക്കുന്നുണ്ട്. ഇതേസമയം പ്രീതിയുടെ ശരീരമൊക്കെ പെട്ടെന്ന് അങ്ങ് തണുക്കുകയാണ്, ബോധമൊക്കെ പോകാൻ തുടങ്ങുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട് ശരീരമൊക്കെ തണുത്തു, ഇനി ബോധം കൂടി പോയാൽ രക്ഷയില്ല എന്നിങ്ങനെ പറയുമ്പോൾ അതാ അമ്മയെ ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ശാലിനി വീണ്ടും പറയാൻ തുടങ്ങുമ്പോൾ മിണ്ടാതെ ഇരിക്കടി, ആ ചൂടുവെള്ളം എടുത്ത് അവരുടെ കാലിലേക്കൊക്കെയും തേച്ച് പിടിപ്പിക്കുക എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി അതുപോലെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയെന്ന് പ്രീതി വിളിക്കുമ്പോൾ എന്താ മോളെ പറയുമെന്ന് പറയുകയാണ്. തുടർന്ന് സങ്കടത്തോടു കൂടി പ്രീതി പറയുന്നുണ്ട് ശാരദാമ്മയെ ഞാൻ മരിച്ചാലും എൻ്റെ ഈ കുഞ്ഞ് ജനിക്കണം, ഞാൻ പോയാലും എൻ്റെ കുഞ്ഞ് ജനിക്കണം, പക്ഷേ എനിക്ക് അർജുനേട്ടൻ കൊടുത്ത വാക്ക് പാലിക്കുക തന്നെ വേണം. പക്ഷേ എൻ്റെ അമ്മയ്ക്കോ അർജുനേട്ടൻ്റെ അമ്മയ്ക്കോ കുഞ്ഞിനെ കൊടുക്കരുത്, ശാരദാമ്മ തന്നെ വളർത്തണം, ശാലിനിയെ പോലെ മിടുക്കിയായൊരു കുട്ടിയായിട്ട് വളർത്തണം എന്നൊക്കെ ശാരദാമ്മയുടെ കൈപിടിച്ച് കരഞ്ഞുകൊണ്ട് പ്രീതി ഇങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് അങ്ങ് നെഞ്ചു പൊട്ടുമാറ് സങ്കടമാകുകയാണ്. അതുപോലെ തന്നെ സങ്കടപ്പെടുന്നുണ്ട് ശാലിനിയും. തുടർന്ന് ഒന്നും സംഭവിക്കില്ല, മോള് ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല, പഴയതുപോലെ ശ്വാസം ഒന്നുകൂടെ എടുത്തിട്ട് പെട്ടെന്ന് വിട്ടേന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ പ്രീതി അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഉച്ചത്തിലൊക്കെ പ്രീതി നിലവിളിക്കുന്നത് കേൾക്കുമ്പോൾ അർജുന വിഷ്ണുവിനും ആകെ സങ്കടമാകുകയാണ്. അവരവിടേക്ക് തന്നെ ശ്രദ്ധിച്ചങ്ങനെ ആ പാറപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇതേസമയം പൊന്നിയും സത്യഭാമയും കൂടി ആ പാലത്തിൻ്റെ താഴേക്ക് ഇറങ്ങി കുറച്ച് ദൂരം നടന്നു വരുന്നുണ്ട്. തുടർന്ന് സത്യഭാമ പറയുകയാണ് നമ്മൾ കുറേ ദൂരം നടന്നല്ലോ, അവർ ചിലപ്പോൾ വണ്ടി കേടായപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി കാണും, ഇവിടെ എങ്ങും ഇല്ല എന്ന് ഇങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം പൊന്നി പറയുന്നുണ്ട് എങ്കിൽ അവരെ ഫോണിൽ വിളിച്ചാൽ കിട്ടണ്ടേ, സത്യഭാമ ഒന്നുകൂടെ വിളിക്കാനായിട്ട്. തുടർന്ന് ഭാമ വിളിക്കുമ്പോഴും അവരെ കിട്ടുന്നില്ല. അന്നേരം പൊന്നി പറയുകയാണ് അപ്പോൾ അവർ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും, നേരത്തെ വിളിച്ചപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കും കിട്ടാത്തത് എന്ന് പറയുന്നുണ്ട്. എന്നാലും നമുക്ക് തിരിച്ചു പോകാം, ഇവിടെയൊന്നും ആരും ഇല്ല എന്ന് ഭാമ പറയുകയാണ്. തുടർന്ന് പൊന്നി പറയുന്നുണ്ട് ദേ സത്യാമ്മ അവിടെ കുറച്ച് ആൾപ്പാർപ്പ് ഉള്ളതുപോലെ തോന്നുന്നു, ഇത്രയും ദൂരം നമ്മൾ വന്നതല്ലേ, ഇനി അവിടെ കൂടെ നോക്കിയിട്ട് പോകാമെന്ന് പൊന്നി പറയുമ്പോൾ ഭാമ സമ്മതിച്ച് അങ്ങ് മുന്നോട്ട് നടക്കുകയാണ്. തുടർന്ന് അവർ മുന്നോട്ട് ഇറങ്ങുമ്പോൾ വിഷ്ണുവിനെ അർജുന അവിടെ നിൽക്കുന്ന കാണുകയാണ്. തുടർന്ന് വിഷ്ണു എന്ന് ഭാമ ഉറക്കെ വിളിക്കുമ്പോൾ അമ്മ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ തിരിയുന്നുണ്ട്. തുടർന്ന് അർജുൻ പ്രീതി എവിടെയെന്ന് ഭാമ ചോദിക്കുകയാണ്. തുടർന്ന് അർജുൻ ഒന്നും മിണ്ടാതെ ആ തുണി മറച്ച അവിടേക്ക് നോക്കുന്നുണ്ട്. തുടർന്ന് എവിടെയെന്നാണ് ചോദിച്ചത് എന്നൊന്നുകൂടി ഭാമ ചോദിക്കുമ്പോഴാണ് പ്രീതിയുടെ നിലവിളി ശബ്ദം ഭാമ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്, ഭാമ അവിടേക്ക് പോയിട്ടില്ല. അത്രയും ആകുമ്പോഴേക്കും എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.